ഇന്ന് തിങ്കളാഴ്ചയാണ്. ആ ദിവസങ്ങളിലാണ് നമ്മൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറ്. ശ്രീകുട്ടൻ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഇവിടെ അവശേഷിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്കിവിടെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. ഈ ബോൾസ്റ്റർ പില്ലോയും അതുമുള്ള കവറും ഒക്കെ എനിക്ക് ചേച്ചി അടിച്ചു തന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ വീട് തുടങ്ങുന്ന സമയത്ത്, അതായത് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് തന്നെ ഇതുപോലെ ഒരു ഫെറോ സിമെൻറ്റിൻ്റെ ഒരു ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാൻ പാകത്തിനാക്കിയിട്ടുണ്ടായിരുന്നു. അതുമത്തുള്ള കുഷീനൊക്കെ നമ്മൾ ഇവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ള പില്ലോസും ബാക്കി സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു രാജകീയ പദവി ഞാൻ അവിടെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇവിടെ വന്നിരിക്കലാണ് എല്ലാവരും പരിപാടി. സോഫയും സെറ്റിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും ഇവിടെയാണ് ഇരിക്കാറുള്ളത്. ആ പില്ലോ മടിയിൽ അങ്ങോട്ട് എടുത്ത് വെച്ച് സുഖമായിട്ട് വർത്താനം പറഞ്ഞങ്ങോട്ട് ഇരിക്കുമ്പോൾ പ്രത്യേക സന്തോഷമാണെന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. നമുക്കത് കാരണം കൊണ്ട് ഒരുപാട് പേരെ നമ്മുടെ സിറ്റ് ഔട്ടിൽ, അതായത് നമ്മുടെ ഈ ഒരു ലിവിങ് റൂമിൽ അറേഞ്ച് ചെയ്യിക്കാൻ പറ്റാറുണ്ട്, അക്കോമഡേറ്റ് ചെയ്യിക്കാൻ പറ്റാറുണ്ട്. ടി വി ഏരിയയും അതുപോലെ തന്നെ ടി വി യൂണിറ്റൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മുടെ എഞ്ചിനീയർമാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭാഗ്യൻ്റെ കോൺട്രിബ്യൂഷനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഭാഗ്യന് ടി വി ഏരിയ കുറച്ചും കൂടി ഗ്രാൻഡ് ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കുഷ്യൻ കവറുകളാണ്. അവിടെ ഒരു ഗ്രേ കളറിലാണ് നമ്മുടെ ഈ ഒരു സോഫ സെറ്റിയൊക്കെ വരുന്നത്. ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. ഓൺലൈനോ കടകളിൽ നിന്നോ ഒന്നും മേടിച്ചതല്ല. ഇവിടെ സോഫയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ചേട്ടന്മാരുണ്ടല്ലോ, അവരെ കയ്യിൽ നിന്ന് ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഈ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന കുഷ്യൻ കവർ കുറച്ച് വലുപ്പം തോന്നിയപ്പോൾ ഞാൻ അതൊന്ന് സൈഡ് അടിച്ചിട്ട് പിന്നെ വീണ്ടും ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ലൂസായിട്ട് കിടന്നോട്ടെ, അപ്പോൾ ഊരാനും ഇടാനും എളുപ്പമായിരിക്കുമല്ലോ എന്ന്. അങ്ങനെ ശ്രീകുട്ടൻ വന്നപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച് ചിരിച്ച് നിന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. നമ്മുടെ ടീപ്പോയുടെ മുകളിൽ കിടക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 4 കൊല്ലം മുന്നേ മേടിച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ആ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ടീപ്പോയും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ് നമ്മുടെ ആ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു റെക്ടാങ്കുലർ രീതിയിൽ ഉണ്ടാക്കിയത്. ഈ കാണുന്ന ഈ ഒരു കാർപ്പറ്റും ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച് തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ 3-4 കാർപ്പറ്റുകൾ നമ്മൾ ആ സമയത്ത് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രീതിയിലും നമ്മൾ എടുത്തു മാറ്റി അങ്ങനെയൊന്നും ചെയ്യാത്ത കാരണം കൊണ്ട് അവിടെ തന്നെ അത് അങ്ങനെ കിടന്നോളൂ കേട്ടോ. ഇനി ഈ കാണുന്ന ഏരിയ മൊത്തത്തിൽ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. മിനിമലിസ്റ്റ് ആണ് എന്നൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഞാൻ ഒട്ടും മിനിമലിസ്റ്റ് അല്ല കേട്ടോ. കണ്ണി കാണുന്ന സാധനങ്ങളൊക്കെ എനിക്കിവിടെ ഭംഗിയെന്ന് തോന്നുമ്പോൾ മേടിച്ച് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ വൃത്തിയാക്കി വന്നപ്പോൾ ഇതാണ് ലുക്ക് എന്ന് പറയുന്നത്. ഈ കാണുന്ന ലൈറ്റ് സ്റ്റാൻഡും അതിൻ്റെ അടിയിലിരിക്കുന്ന ഡിഫ്യൂസറും ഒക്കെ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. മുകളിൽ കാണുന്ന ആ ലൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ പാലാരിവട്ടത്ത് ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഈ ഡിഫ്യൂസർ അടിപൊളിയാണ്. എനിക്ക് ഈ ഫ്രാഗ്രൻസുകളിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസുകൾ ഉണ്ടല്ലോ, പുൽത്തൈലം, യൂക്കാലിയുടെ മണം, അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. പുതിനയുടെ സ്മെല്ലൊക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രാഗ്രൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ വക സംഭവങ്ങളൊക്കെ ആയിരിക്കും. ഇതാണ് എൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടില്ലേ? ഭയങ്കര വൈഡായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ സെറ്റായില്ലേ?